ഹംസോപനിഷത്ത് ബ്രാഹ്മണം 1. ഗൗതമൻ പറഞ്ഞു, സർവധർമ്മജ്ഞനാം ശാസ്ത്രവിശാരദ ബ്രഹ്മവിദ്യാജ്ഞാനമാർഗത്തെ ചൊല്ലുക. സനത്സുജാതൻ പറഞ്ഞു, സർവവേദത്തിലുൾക്കൊണ്ട സത്യത്തിനെ കണ്ടെത്തി ശങ്കരൻ പാർവതിക്കായിട്ടു ചൊല്ലിക്കൊടുത്തതാമാകയും ഗൗതമ ചൊല്ലിടാം നിന്നോടതായിട്ടതിന്നു ഞാൻ. യോഗികൾക്കാകയും നിധിയൊത്തതാകുന്നൊരീ രഹസ്യം ചൊല്ലിടൊല്ല യോഗ്യർക്കുമേ. ഹംസമന്ത്രത്തിന്റെ ഗതി വിസ്തരിക്കുമീ വിദ്യ നൽകും ബലം ഭക്തിയും മുക്തിയും. പിറകിലെത്തി പോലെ എല്ലിലുള്ളെണ്ണ പോലുണ്ടു ദേഹത്തിലെ ഹംസമായി ജീവനും. ശാന്തൻ ജിതേന്ദ്രിയൻ ബ്രഹ്മചാരി ഗുരുഭക്തർക്കു ചൊല്ലി കൊടുക്കുകിൽ ഉത്തമം. ആധാരചക്രത്തിലുള്ളതാം വായുവിശ്വാസരൂപത്തിൽ പുറത്തേക്കു തള്ളണം. ശേഷം പ്രദക്ഷിണം 3 ചെയ്തിടണം. സ്വാധിഷ്ഠാനമാകുന്ന ചക്രത്തിനെ മണിപൂരകത്തിന്റെ ഉള്ളിലായി പോയിട്ടതിക്രമിച്ചിടുകനാഹതം പിന്നെ നീ. ശേഷം വിശുദ്ധ ചക്രത്തിൽ നിരോധിക്കണം പ്രാണനെ തന്നെ. പിന്നെ നിന്നാജ്ഞാചക്രത്തെ ധ്യാനിച്ചു ബ്രഹ്മരന്ധ്രത്തെയുൾക്കൊണ്ടുതൻ ആത്മാവു താൻ തന്നെയെന്നു ചിന്തിച്ചുറച്ചിടുകിൽ ലഭ്യമാകുന്നതാണ് ആത്മാനുഭൂതിയും. ഋഷി തന്നെ ഹംസം അവ്യക്തഗായത്രിതാൻ ഛന്ദസ് ദേവത പരമഹംസം തന്നെ. ഋഷി തന്നെ ഹംസമവ്യക്തഗായത്രിതാൻ ഛന്ദസ് ദേവത പരമഹംസം തന്നെ. അഹമെന്നതോ ബീജരൂപവും ശക്തിയും കീലകം തന്നെയാകുന്നതീ സോഹവും. ഇപ്രകാരം ദിനരാത്രത്തിൽ 21,600 വട്ടം ശ്വാസം സൂര്യായ സോമായ മന്ത്രത്തിനാലയുത്തേജിപ്പിച്ചിടുദേഹാംഗങ്ങളാകയും. ഹംസാത്മനെ പിന്നെ ധ്യാനിച്ചിടേണ്ടതുണ്ട്. ഇതോടൊത്ത ഹൃദയകമലത്തിലും അഗ്നിയും സോമനും ഹംസപക്ഷങ്ങളോംകാരമോ മസ്തകം നേത്രങ്ങൾ ബിന്ദുവും. മുഖമാണു രുദ്രനും കരചരണങ്ങളീ രുദ്രാണി അഗ്നിയായിടുന്നു പാർശ്വവും. ഇപ്രകാരം പ്രകാശം പരത്തും പരമഹംസമോ തുല്യമാകുന്നതീ സൂര്യനും. ഹൃദയകമലം ദളമെട്ടതിൻ വൃത്തിയെട്ടാകും. കിഴക്കു പുണ്യം പിന്നെ അഗ്നികോണിൽ നിദ്രയാലസ്യവും. തെക്ക് ക്രൂരത നിര്യുതി കോണിലായി പാപത്തിൻ ബുദ്ധിയും. പശ്ചിമം ക്രീഡയും വായുകോണിൽ യാത്ര. വിഷയത്തിലാസക്തിയാകും വടക്കുവിൻ ഈശാനമാകുമ്പോൾ എത്തും പ്രവൃത്തിയും. മധ്യത്തിലോ വിഷയവൈരാഗ്യവും പിന്നെ ഹൃദയകമലത്തിന്റെ കേസ
നിരന്തരം ജാഗ്രത് കർണിക സ്വപ്നവും മധ്യം സുഷുപ്തിയും ഹൃദയകമലം കൈവിടുമ്പോൾ തുരീയവും പിന്നെ നാദത്തിൽ ലയിക്കുന്നതാകും തുരീയാതീതമായിടുന്നവസ്ഥയും ആയതാകുന്നതരബോധസംഹാരനുന്മത്തനെന്നുള്ളതാകുന്ന നാമങ്ങളും ഇപ്രകാരം സർവഭാവവും ഹംസത്തിനുണ്ടതുണ്ടാക്കിടും ചിന്താശക്തിയും കോടിഹംസം ജപം നാദം ഫലം 10 നാദമധീനമാകുന്നു ഹംസത്തിനും കോടിഹംസം ജപം നാദം ഫലം 10 നാദമധീനമാകുന്നു ഹംസത്തിനും ആദ്യഞ്ജിണീതി രണ്ടാമനോ ചിഞ്ചിണി ഖണ്ഡനാദമാകുന്നു മൂന്നാമനം ശംഖനാദം 4 തന്തി അഞ്ചാമനും 6 താളനാദം വേണുവേഴതും 8 മൃദംഗനാദം പേരി 9 10 മേഘനാദവും ആദ്യത്തെ 9 നാദം വെടിഞ്ഞിട്ടു മേഘനാദത്തെയാണ് ശ്വസിക്കേണ്ടതും ആദ്യഞ്ജിണീതി ദേഹത്തിന്റെ ഊർജവും രണ്ടാമനാലയോ ഗാത്രഭംഗം ഫലം മൂന്നിനാലെ വിയർപ്പുണ്ടായിടും പിന്നെ ശംഖനാദത്ത ശിരക്കമ്പനം ഫലം 5 താലുവിൽ നിന്നു ശ്രവിക്കയും 6 ചൊരികയും വേണുവിലൂടെയോ ഗൂഢവിജ്ഞാനവും 8 പരവാചകവും ഫലം 9 പേരിനാദത്തിനാലയ ദൃശ്യമായിടുന്നു ദേഹിതൻ ദേഹവും 10 മേഘനാദത്തിനാൽ പരബ്രഹ്മജ്ഞാനത്തെയും കൈവരിക്കും മനസ് ഹംസത്തിനുള്ളിൽ ലയിക്കും മനസ്സിൽ വികൽപ്പസങ്കൽപ്പം ലയിക്കും ബല പുണ്യപാപത്തിൻ നാശവും ഹംസമോ ശക്തിരൂപത്തിൽ സ്വയം ജ്യോതിയായി ഭവിക്കുന്നു ചൊൽവതീ വേദവും ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഓം ശാന്തി